ഇന്ത്യ മഹാരാജ്യത്തിൽ പെണ്ണുങ്ങൾ ബ്ലോഗ് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. തൊപ്പി ലൈവ് തുടങ്ങി വെച്ചിട്ടുണ്ടല്ലേ, എല്ലാ ആൾക്കാരും ലൈവും ആൾക്കാർ ഗ്രൂപ്പ് ചെയ്യുക. തൊപ്പിക്കൊരു ഗ്യാങ് കൊണ്ട് വെച്ച് ഷാജാൻ ഗ്യാങ് ചെയ്യുക, പിന്നെ നമ്മളെ ഈഗിൾ ഗ്യാങ് ചെയ്യുക, എല്ലാ ആൾക്കാരും ഗ്യാങ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് ചെയ്യുക. തൊപ്പി സ്ട്രീം ചെയ്യുന്ന വെച്ചാൽ എല്ലാവരും സ്ട്രീം ചെയ്യും. ഞങ്ങൾക്ക് ഒറ്റ ഒരു കാര്യം ചോദിക്കുള്ളൂ, തൊപ്പി നാളെ മരണപ്പെട്ടാൽ നിങ്ങൾ മരിക്കോ? ഇല്ലല്ലോ. എല്ലാതും ഇങ്ങനത്തെ ഒരാൾ ചെയ്ത പോലെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ശാപം. നമ്മളെ ഒരു മലയാളിക്ക് ഒരാൾ ചെയ്താൽ മതി, അതുപോലെ ചെയ്യാം. ഒരാൾ താഴ്ത്തിയാൽ മതി, എല്ലാവരും താഴ്ത്തും. ഒരാളെ പൊക്കിയാൽ മതി, എല്ലാവരും പൊക്കും. നോർത്ത് ഓരോരോ ആൾക്കാർ ചെറിയ അക്കൗണ്ട് കാണും, ചെറിയ വീട്ടിലിരിക്കുന്ന പിള്ളേർ അക്കൗണ്ടൊക്കെ കാണും. 1 മില്യൺ 2 മില്യൺ എല്ലാം ഈ സബ്സ്ക്രൈബറും ഫോളോവേഴ്സും. കാരണം എന്തെന്നറിയോ? അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ശേഖരിച്ച് നിൽക്കുന്നുണ്ട്. ഒരാളെ കുറ്റം പറയാൻ സമയമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിലോ കുറ്റം പറയുന്നത്, ഒരാൾ ലൈവ് ഇട്ടാലോ അത് ലൈവ്, ഒരാൾ ഒരു ഫാമിലി ആയിട്ട് ബ്ലോഗ് ചെയ്താലോ ബാക്കിയുള്ള ഉസ്താദന്മാരുടെ പ്രസംഗം, ഒരു പള്ളിയിലച്ചന്മാരുടെ പ്രസംഗം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാൾക്കാർ എന്നത് ചെയ്യുന്നത് അതിനെ ഏറ്റുപിടിച്ച് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഒന്നാ അവരെ കുറ്റം പറയാ, ഇല്ലെങ്കിൽ അതുപോലെ ചെയ്യാം. അതുപോലെ ചെയ്യുന്നതൊക്കെ വലിയ കാര്യം, കുറ്റം പറയാം. ഇന്ന് ഞാൻ ഒരു പ്രസംഗം കേട്ടു, ഫാമിലി ആയിട്ട് ബ്ലോഗ് ചെയ്യുന്നുള്ള ഒരു പ്രസംഗം. ഫാമിലി ആയിട്ട് ബ്ലോഗ് ചെയ്തത് ആദ്യം നോക്കേണ്ട അവരവരുടെ കുടുംബം എങ്ങനെയുണ്ട്, നിങ്ങളെ കുടുംബം എങ്ങനെയുണ്ട്, അതെങ്ങനെയുണ്ട് വെച്ച് നോക്കണം. അതല്ലാതെ നിങ്ങളെ വലുപ്പക്ക് വേലി കെട്ടാതെ ബാക്കിയുള്ള ആൾക്കാരുടെ വലുപ്പിലോട്ട് വേലി കെട്ടിച്ച് കാര്യമില്ല. കുറ്റം പറയാനും മാത്രമേ മലയാളികളുള്ളത്. ഞാനൊരു മലയാളിയാണ്, നാളെ എന്നെ കെട്ടിക്കയറി പറഞ്ഞേക്കല്ലേ എന്തായാലും ഞാനൊരു മലയാളിയാണ്. എന്നാലും പറയാ, കുറ്റം പറയാനും മാത്രമാണ് ഈ മലയാളികളുള്ളത്. ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കുറ്റം മാത്രം പറയുന്നത്. ഉസ്താദന്മാർക്ക് എന്ന് പറയുമ്പോൾ ഉസ്താദന്മാർ എല്ലാ ഉസ്താദന്മാരും പള്ളിയിലൊന്നും ഉസ്താദന്മാരില്ല, എല്ലാ ഉസ്താദന്മാരും ബ്ലോഗിങ്ങിനാണ് എൻ്റെ ബാക്കിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് പഠിപ്പിക്കാനൊന്നും ഉസ്താദന്മാരില്ല. പിന്നെ നിസ്കാര ഉസ്താദന്മാർ കിട്ടുന്നില്ല, ഭയങ്കര പരാതി ഉണ്ട്. അത് വേറെ കാര്യം. എനിക്ക് ഉസ്താദന്മാരുടെ പ്രസംഗം എന്ന് പറയുമ്പോഴത്തേക്ക് പെണ്ണുങ്ങൾ ബ്ലോഗ് ചെയ്ത് എന്താ? ഇന്ത്യ മഹാരാജ്യത്തിൽ പെണ്ണുങ്ങൾ ബ്ലോഗ് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആരെയും കുറ്റം പറയാതിരിക്കുക, അത്രേ ഉള്ളൂ. അത് കേരളത്തിൽ നടക്കുള്ളൂ. ബാക്കിയുള്ള നാട്ടിലൊന്നും കുറ്റം പറയുന്ന ഒരു പരിപാടിയില്ല. ഇല്ലാന്ന് വെച്ചില്ല, വളരെ കുറവാണ്. മലയാളികൾ വെറുതെ ഒന്ന് ഇറക്കി തിന്നാൻ വേണ്ടി മാത്രം ജനിക്കുന്ന വ്യക്തികളാണെന്ന് തോന്നുന്നുണ്ട്. ഒരാൾ നന്നാവാൻ പാടില്ല, സോഷ്യൽ മീഡിയ ഒരാൾക്കുറിച്ച് റീച്ചിട്ടാൻ പാടില്ല. അതാണ് പരിപാടി. എന്നെങ്ങൊന്ന് നിർത്തണേ ഈ കുറ്റം പറഞ്ഞ ആൾക്കാരുടെ മൊത്തത്തിൽ ഞാൻ പറയാം. നന്ദി, നമസ്കാരം.